അവൻ മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും എന്ന് 3 തവണ പറഞ്ഞു. 4ാമത്തെ തവണ നബി തങ്ങൾ പറഞ്ഞു, അലാ റഗ്മി അൻഫി അബീ ദർറിൻ, ഞാൻ ഈ പറയുന്നത് അബൂദറിന് ഇഷ്ടമായില്ലെങ്കിൽ പോലും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയുകയാണ്, അബൂദറിന്റെ മൂക്ക് മണ്ണിൽ ഉരസിയാൽ പോലും, അതായത് അബൂദറിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അല്ലാഹു ഇത് ചെയ്തിരിക്കും. അബൂദറെ, അല്ലാഹു ഇത് ചെയ്യും. ഏത് പാപം ചെയ്തവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, അല്ലാഹു സ്വർഗ്ഗം നൽകും എന്ന് പറയുന്ന ഹദീസാണിത്. ഈ ഹദീസുകളെ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖു മഅനാഹ, ഈ ഹദീസുകളെ മാത്രം കൊണ്ടുവന്ന് മഹാനവറുടെ കിതാബ് രചിച്ചിരിക്കുകയാണ്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോഴേ നല്ല രസം തോന്നുന്ന ഹദീസുകളാണ്. കാര്യമായൊരു പണിയെടുക്കേണ്ടതാണൊക്കെ തോന്നിപ്പോകും. അതിന്റെ അർത്ഥം അങ്ങനെയുണ്ടോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ഹദീസ് കൂടെ പറയട്ടെ. സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹറമഹുല്ലാഹ്